സൂര്യയെ നായകനാക്കി സിരിത്തൈ ശിവ സംവിധാനം നിർവഹിച്ച ചിത്രമാണ് കങ്കുവ. 280 കോടി ബജറ്റിൽ 2.5 വർഷത്തോളമാണ് സിനിമയുടെ ചിത്രീകരണം നടന്നത്. എന്നാൽ വലിയ ഹൈപ്പിലെത്തിയ ചിത്രത്തിന് പ്രതീക്ഷിച്ചതുപോലുള്ള വിജയം സ്വന്തമാക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. റിലീസ് ചെയ്ത് ഒരാഴ്ച പിന്നിടുമ്പോൾ 130 കോടി മാത്രമാണ് ചിത്രത്തിന് നേടാനായത്. ഇതോടെ ഏറ്റവും വലിയ നഷ്ടം നേരിട്ട സൗത്ത് ഇന്ത്യൻ സിനിമകളിൽ 1-ാം സ്ഥാനത്തെത്തിയിരിക്കുകയാണ് കങ്കുവ. ഇതിനു മുമ്പ് 1-ാം സ്ഥാനത്തുണ്ടായിരുന്നത് പ്രഭാസ് നായകനായ രാധേശ്യാമായിരുന്നു. 2022-ൽ റിലീസായ ചിത്രം 350 കോടി ബജറ്റിലാണ് ഒരുങ്ങിയത്. എന്നാൽ 165 കോടി മാത്രമേ ചിത്രത്തിന് നേടാനായിട്ടുള്ളൂ. ഇതിനു പിന്നാലെ തന്റെ പ്രതിഫലം പ്രഭാസ് തിരികെ കൊടുത്തത് വലിയ വാർത്തയായിരുന്നു. വൻ തുകയ്ക്കായിരുന്നു കങ്കുവയുടെ തിയേറ്ററിക്കൽ, നോൺ തിയേറ്ററിക്കൽ റൈറ്റ്സുകൾ വിറ്റുപോയത്. കേരളം, ആന്ധ്ര, തെലങ്കാന, കർണാടക, തമിഴ്നാട് തുടങ്ങി എല്ലായിടത്തും ചിത്രം ഒരുപോലെ പരാജയപ്പെട്ടിരിക്കുകയാണ്. 10 കോടിക്ക് കേരള റൈറ്റ്സ് വിറ്റുപോയ ചിത്രം ഇതുവരെ 7 കോടി മാത്രമേ നേടിയിട്ടുള്ളൂ. കോളിവുഡിൽ സമീപകാലത്തിറങ്ങിയ ചിത്രങ്ങളിൽ കമൽഹാസൻ നായകനായ ഇന്ത്യൻ 2, രജനികാന്തിന്റെ വേട്ടയൻ തുടങ്ങിയ ചിത്രങ്ങൾ തിയേറ്ററിൽ നിന്ന് ലാഭം കൊയ്യാൻ സാധിക്കാതെ പോയവയാണ്. കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.